അപ്പനെ അമ്മ ഒഴിച്ചു ബാക്കി എന്ത് സാധനം കുന്നംകുളത്ത് കിട്ടും. ദിസ് വീഡിയോ ഇസ് മെയ്ഡ് ഇൻ കുന്നംകുളം. ഇത്രയും ചീത്തപ്പേര് കേൾക്കേണ്ടി വന്ന വേറൊരു നാടുണ്ടാവില്ല. കുന്നംകുളം ഡ്യൂപ്ലിക്കേറ്റിന്റെ നാടാന്നാണല്ലോ നമ്മളെല്ലാരും കേട്ടിട്ടുണ്ടാവുക. പക്ഷെ ഇന്ന് അതിന് സത്യാവസ്ഥ അറിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. ശരിക്കും കുന്നംകുളത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കഥകൾ നമുക്ക് പേൾ ചേട്ടനോട് ചോദിക്കാട്ടാ. അപ്പൊ ചേട്ടാ, ശരിക്കും കുന്നംകുളത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാ? ഇല്ല, അത് കുന്നംകുളം ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ വരാൻ കാരണം ആർക്കും എന്ത് സാധനവും കുന്നംകുളത്ത് ലഭിക്കും. കുന്നംകുളത്തെ കച്ചവടക്കാരന്റെ നല്ല മനസ്സിനെയാണ് അതൊരു വേറൊരു വേർഷനായിട്ട് മാറ്റിയത്. അപ്പൊ ലോകത്ത് എവിടെയുള്ള സാധനം കുന്നംകുളത്ത് കിട്ടുന്നുണ്ട്. അത് കുന്നംകുളത്ത് ഡ്യൂപ്ലിക്കേറ്റ് മറ്റു കച്ചവടക്കാർ, മറ്റു നാട്ടിലെ കച്ചവടക്കാർക്കുള്ള ഒരു അസൂയ വാക്കുകളാണ് അത് സത്യത്തില്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് അത് സാധിക്കുന്നില്ല. ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള പേര് വന്നത് ഒരു പടത്തില്, ഒരു സിനിമയില്, പഴയ കാലത്തെ ഒരു സിനിമയില് ജഗതി ശ്രീകുമാർ പറയുന്നതാണ്. ഇത് കുന്നംകുളാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് ചോദിക്കാൻ ഒരു സാധനം കാണിച്ചു. അപ്പനെ അമ്മ ഒഴിച്ചു ബാക്കി എന്ത് സാധനം കുന്നംകുളത്ത് കിട്ടും. ഈവൻ ഭാഗ്യക്കുറി വരെ അടിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ്. അതൊന്നും ഡ്യൂപ്ലിക്കേറ്റ് അല്ല. പഴയ കാലത്ത് വില്ലീസ് എന്ന് പറഞ്ഞ ഒരു എഞ്ചിൻ ഇറങ്ങിയിട്ടുണ്ട്. ആ എഞ്ചിൻ്റെ സ്റ്റാർട്ടിങ് കോയില് അത് അവർക്ക് കംപ്ലൈൻറ്റ് വന്ന അത് പുതിയത് ഉണ്ടാക്കി തരുന്നത് കുന്നംകുളത്താണ്. ഇവിടെ ഒരു ചെമ്മണ്ണൂർ മാത്തേട്ടനും അദ്ദേഹത്തിൻ്റെ ബ്രദർ, ഇവർ രണ്ടുപേരാണ് അതിൻ്റെ ഉസ്താദുകൾ. അതായത് പറഞ്ഞാൽ വില്ലീസ് കമ്പനി അടക്കം സമ്മതിച്ചിട്ടുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയും ഞാൻ പറയാം, ആദ്യം കുന്നംകുളത്തുകാരാണ് ചൈനയിൽ നിന്ന് സാധനം കൊടുക്കുന്നത്. ഈ അടിയന്തരാവസ്ഥ കാലത്തൊക്കെ പത്രങ്ങൾ നിരോധിച്ചിരുന്നു. മനോരമയൊക്കെ നിരോധിച്ച സമയം ഉണ്ടായിരുന്നു. ആ മനോരമ കോട്ടയത്തിന് പകരം കുന്നംകുളത്ത് അടിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഏത് സാധനവും എല്ലാ സാധനവും കിട്ടുന്നൊരു സ്ഥലം, അതിനെയാണ് ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞൊരു പേര്, ചീത്തപ്പേര് ഉണ്ടാക്കിയതാണ്. സത്യത്തിൽ അത് ഒരു ഒട്ടും ചീത്തപ്പേരല്ല, അത് ഞങ്ങളുടെ ഒരു അഹങ്കാരമാണ്. ഞങ്ങൾക്ക് തന്നെ അത് സാധിക്കുള്ളൂ, കുന്നംകുളത്തുകാർക്ക് അത് സാധിക്കുള്ളൂ. അതാണ് അതിൻ്റെ ആവശ്യം.